ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ ഹിമാലയന്റെ സ്ക്രാം 440 ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീമിയർ ഡിസിമിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ലൊക്കേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കോഫി ആക്കേഴ്സ് റിസോർട്ടാണ്. പിന്നെ മഴയുണ്ട്, മഴ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. അത്യാവശ്യം ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ ഇൻട്രോയും അത്യാവശ്യം ഇതൊക്കെ എടുത്തത്. അപ്പോൾ ഈ വണ്ടീന്റെ ഡീറ്റെയിൽ നമുക്ക് ഉള്ളിലെത്തിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉള്ളിലേക്ക് പോകാൻ, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ വണ്ടീന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അല്ലേ. അപ്പോൾ ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ഹിമാലയനിൽ കണ്ടിട്ടുണ്ട്. ഹിമാലയന്റെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ LED ആയിട്ട് ഹെഡ് ലാമ്പ്സ് കാണാൻ പറ്റും. അതിന് മേലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഒരു വൈസറിന്റെ കുറവ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. താഴേക്ക് നോക്കുവാണെങ്കിൽ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ 41 mm ആണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. 190 mm ട്രാവലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. 300 mm ആണ് ഡിസ്കിന്റെ പ്ലേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടയർ നോക്കുവാണെങ്കിൽ 110/90/18 ടയറിന്റെ സൈസ് വന്നിട്ടുള്ളത്. ഇനി നേരെ നമുക്ക് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആലോചനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ റോയൽ എൻഫീൽഡിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോയി വിടാം. വണ്ടി മഴയത്ത് കാണാൻ നല്ല സ്റ്റൈലുണ്ട്, പക്ഷെ നമുക്ക് എടുക്കാനൊരു ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മീറ്റർ നോക്കുവാണെങ്കിൽ സിംഗിൾ ആയിട്ടൊരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൽ അനലോഗും ഡിജിറ്റലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഡിജിറ്റലിന്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഹാൻഡിലേക്ക് നോക്കുവാണെങ്കിൽ ഹാൻഡിൽ ബാറിൽ ഒരു വെയിറ്റ്, രണ്ട് സൈഡിലും വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിൽ സ്വിച്ച് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹസാർഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മറുഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ഒരു ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മീറ്ററിന്റെ കൺട്രോൾ ഒക്കെ ചെയ്യാനുള്ള ഐ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഡിസ്കിന്റെ ഫ്ലൂയിഡ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മിറർ നോക്കുവാണെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള മിററാണ് വന്നിട്ടുള്ളത്. ഇനി നേരെ മറുഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇതിന്റെ ഡിം ബ്രൈറ്റ് പാസിന്റെ ബട്ടൺ കാണാൻ പറ്റും, ഇൻഡിക്കേറ്റർ ബട്ടൺ കാണാൻ പറ്റും. പിന്നെ ഇതിന് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതിന്റെ സ്വിച്ച് നമുക്ക് ഇത് ഇവിടെ കാണാൻ പറ്റും. സ്വിച്ചബിൾ ആയിട്ടുള്ള ഡുവൽ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. ഇനി നേരെ എഞ്ചിൻ സൈഡ് നോക്കുവാണെങ്കിൽ 443 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ടഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. SOHC ആണ് എഞ്ചിൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പവർ പറയുകയാണെങ്കിൽ 24 bhp ആണ് പവർ വരുന്നത്. അതിന്റെ റൊട്ടേഷൻ വരുന്നത് 6250 RPM ഈ ഒരു 25 bhp കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ടോർക്ക് വരുവാണെങ്കിൽ 34 Nm ടോർക്കാണ് വരുന്നത്. അതിന്റെ RPM വരുന്നത് 4000 RPM ആ ഒരു ടോർക്ക് വരുന്നത്. എയർ കൂൾഡ് ആണ് എഞ്ചിൻ വന്നിരിക്കുന്നത്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് 15 ലിറ്റർ ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇവിടെ ഈ രീതിയിലാണ് ഇതിന്റെ ഫ്യൂലിന്റെ ഓപ്പണിംഗ് കൊടുക്കുന്നത്. ഇത് ഫ്യൂലിനുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും, നല്ല പ്രീമിയം ആയിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിങ് വന്നിട്ടുണ്ട്. പിന്നെ 3 ലിറ്റർ ആണ് ഇതിന്റെ ഒരു റിസർവിന്റെ ഒരു കപ്പാസിറ്റി വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് റോയൽ എൻഫീൽഡിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കാം 440 എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ റോയൽ എൻഫീൽഡിന്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരെ സാഡിൽ ഹൈറ്റ് നോക്കുവാണെങ്കിൽ 795 mm ആണ് സാഡിൽ ഹൈറ്റ് വരുന്നത്. എന്റെ ഹൈറ്റ് വരുന്നത് 172 സെന്റിമീറ്റർ ആണ് ഞാൻ ഹൈറ്റ് വരുന്നത്. ഏകദേശം എനിക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫുഡ് പാക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ബ്രേക്കിന്റെ ഒക്കെ പെഡൽ കൊടുത്തിട്ടുള്ളത്. നേരെ മറുഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഗിയർ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡും സെന്റർ സ്റ്റാൻഡും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തെ സീറ്റ് അത്യാവശ്യം ഹൈറ്റ് രീതിയിലാണ് പിൻഭാഗത്തെ സീറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതവിടെ ഇതിന്റെ ഇത് നോക്കുവാണെങ്കിൽ ടെയിൽ ലാമ്പ് നോക്കുവാണെങ്കിൽ ഇൻഡിക്കേറ്റർ LED ആയിട്ട് ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത്. അത് 240 mm ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എക്സോസിന്റെ ഡിസൈനിങ് ഒക്കെ അടിപൊളിയാണ്. സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ മോണോഷോക്ക് ആയിട്ടുള്ള ലിങ്കേജ്, മോണോഷോക്ക് വിത്ത് ലിങ്കേജ് 180 mm ആണ് അതിന്റെ ട്രാവൽ വരുന്നത്. ഇതാണ് ഇതിന്റെ പിൻഭാഗത്തെ ഇത് വരുന്നത്, സസ്പെൻഷൻ വരുന്നത്. പിന്നെ ഷോക്കൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. പിൻഭാഗത്തെ ടയർ സൈസ് നോക്കുവാണെങ്കിൽ 120/90 R17 ആണ് ഇതിന്റെ പിൻഭാഗത്തെ ടയർ സൈസ് വരുന്നത്.
ഇതാണ് ഈ വണ്ടിയുടെ ഓവറോൾ കാര്യങ്ങളുള്ളത്. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതാണ് ഇതിന്റെ കീ വരുന്നത്. നമ്മൾ സാധാരണ ബുള്ളറ്റ് കാണുന്ന രീതിയിലുള്ള തന്നെ കീ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ അത് അടിപൊളിയാണ്. ഇവിടെ കീയുടെ ഇഗ്നിഷന്റെ ഇത് കാണാൻ പറ്റും. ഇവിടെ സ്ക്രാം 440 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്ററൊക്കെ ഈ രീതിയിലാണ് വന്നിട്ട് അനലോഗും ഇതും ഡിജിറ്റലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ഓൺ ആക്കി നോക്കാം. ഓൺ ആക്കി നോക്കുമ്പോൾ ഈ രീതിയിൽ വൈറ്റിന്റെ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂൽ ഗേജ് നമുക്ക് ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ട്രിപ്പ് എ, അതുപോലെ തന്നെ ടൈം കൊടുത്തിട്ടുണ്ട്, ഗിയർ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ഐ ബട്ടൺ വെച്ചിട്ടാണ് ഇതിന്റെ കൺട്രോൾസ് വരുന്നത്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതിലുള്ള ട്രിപ്പ് ബി ആയി, അതുപോലെ തന്നെ ഓടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിന്റെ മീറ്റർ. സിമ്പിൾ ആയിട്ടുള്ള മീറ്റർ ആണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇതാണ് ഇതിന്റെ മീറ്ററിന്റെ കാര്യമുള്ളത്. പിന്നെ മിറർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഓടിച്ച് നോക്കി ഞാൻ പഴയത്ത്. ഇനി എന്തായാലും റണ്ണിങ് ഷോട്ട് നമുക്ക് എടുത്ത് നോക്കാം അല്ലേ. അപ്പൊ നമ്മൾ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ നേരത്തെ സൈഡിൽ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 795 mm ആണ് സൈഡിൽ ഹൈറ്റ് വരുന്നത്. ഇതിന്റെ സീറ്റ് ഹൈറ്റ് ഞാൻ കണക്ക് കറക്റ്റ് മനസ്സിലാക്കി തരാം. എന്റെ ഹൈറ്റ് വരുന്നത് 173 സെന്റിമീറ്റർ ആണ് എന്റെ ഹൈറ്റ് വരുന്നത്. ഞാൻ കയറിയിരിക്കുമ്പോൾ രണ്ട് കാലും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇരുത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഹാൻഡിൽ ഒന്ന് റേസ് ചെയ്യുന്ന രീതിയിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. പവർഫുൾ ആണ്. പിന്നെ ഭയങ്കര സ്മൂത്ത് ആണ് വണ്ടി ഓടിക്കാൻ. അപ്പൊ അത്രയാണ് ഇതിന്റെ ഓവറോൾ ഈ സീറ്റിങ്ങിന്റെ കാര്യമുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കാണിച്ചു നോക്കാം. ഇതാണ് ഇതിന്റെ ഐഡിയലുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് സൗണ്ട് കറക്റ്റ് കേൾക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ റേസ് ചെയ്യുമ്പോൾ കേൾപ്പിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇത് ഓടിച്ചു നോക്കുമ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നല്ല കംഫർട്ടബിൾ ആണ്. പില്ലിയൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല കൺട്രോൾഡ് ആയിട്ടൊരു വണ്ടിയാണ്. കാരണം ഗട്ടറിലൂടെയൊക്കെ നമ്മൾ പോയി നോക്കി, ഗട്ടറിലൂടെയും അതുപോലെ തന്നെ ഈ നല്ല റോഡല്ലാത്ത വണ്ടി ഹാൻഡിലിങ് നല്ല രീതിയിലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റേസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽ ആയതുകൊണ്ട് പൊസിഷൻ, സീറ്റിംഗ് പൊസിഷനൊക്കെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ബ്രേക്കിംഗ് ഒക്കെയാണ്. പിന്നെ മൊത്തത്തിൽ ആക്സിലറേഷൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിലും വണ്ടി നല്ല സ്മൂത്ത് ആണ് കേട്ടോ. ഇത്ര പവർഫുൾ ആയിട്ട് ഇത്ര CC കൂടി വണ്ടി ആയിട്ട് പോലും നല്ല സ്മൂത്താണ് വണ്ടിയുടെ കാര്യം. വണ്ടി നമ്മൾ അങ്ങനെ വലിയ രീതിയിൽ തിരിച്ചു പോകുന്ന ഫീൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ സ്പീഡിൽ പോലും നോക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ പോകുന്നത് 30-ലാണ്. തേർഡ് ഗിയറിൽ പോലും 30-ൽ നമുക്ക് നോക്കിങ്ങും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതിന് കുറച്ച് കഴിഞ്ഞാൽ ഫീലിംഗ് ഇല്ല. പിന്നെ കോർണറിങ്ങും നല്ല ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കോർണറിങ്ങിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയറിന്റെ കാര്യം നേരത്തെ പറഞ്ഞ പിൻഭാഗത്ത് 120 പിൻഭാഗത്ത് 100 വരുന്നത്. അതും നല്ല രീതിയിൽ ഈ ഒരു സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ വേണം പറയാൻ. അപ്പൊ ഇതിനാണ് ഓവറോൾ കാര്യങ്ങൾ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹിമാലയന്റെ സ്ക്രാം 440യുടെ ഡീറ്റെയിൽസ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.